ഹായ് ഹലോ. ഞാനേ ചന്ദ്രാപിന്നില്ലേ ചന്ദ്രാപിന്നിൽ ES എന്നുള്ളൊരു കടയിൽ പച്ചക്കറി ഇറക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാണ്, ബഡാദോസിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇതിൽ അവർക്കുള്ള ഐറ്റങ്ങളുണ്ട്. പിന്നെ അവരെ ഐറ്റങ്ങളൊക്കെ ഇറക്കി വെച്ചുള്ളത് വേറെ കൺസ്ട്രക്ഷൻ വണ്ടിക്കാർ ഇറക്കി വെച്ചിട്ട് പോയുള്ളതാണ്. അപ്പോൾ ഈ പച്ചക്കറി ഇറക്കുന്നതും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരെ ചെറിയൊരു വീഡിയോ ചെറുതായി ഒന്ന് കാണാം. ഈ കാണുന്നത് അശോക് ലൈലാൻഡിൻ്റെ അശോക് ലൈലാൻഡിൻ്റെ ബഡാ ദോസ്ത് എന്നുള്ള വണ്ടിയാട്ടോ. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലാണ് ലോഡ് കൊടുത്തിട്ടുള്ളത്. നമ്മളെ കടയിൽ നിന്ന് എടുത്തിട്ട് മറ്റുള്ള കടകൾക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ 2 കടയിലേക്കാണ് എനിക്ക് ഇപ്പോൾ ഇറക്കാനുള്ളത്. അതിലൊരു 3/4 ഭാഗം ലോഡ് ഈ കടയിൽ തന്നെ ഇറങ്ങും. കാരണം ഇത് ഒരു വലിയ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്ന വലിയൊരു ഷോപ്പ് തന്നെയാണ്. അപ്പോൾ വലിയ രീതിയിൽ പച്ചക്കറി മാത്രമാണ് ഇവിടുത്തെ പരിപാടി. ഇപ്പോൾ ഈ കാണുന്ന പച്ചക്കറിയൊക്കെ ഡയറക്റ്റ് കൺസ്ട്രക്ഷൻ വണ്ടികൾ പറയും. എന്ന് വെച്ചാൽ ഡയറക്റ്റ് മൈസൂരിൽ നിന്ന് വരുന്ന വാടക വണ്ടിയിൽ ഒരു ചാക്ക് കണക്കിന് പൈസയ്ക്ക് ഇറക്കി കൊടുത്ത് പോണതാണ്. ഇതൊക്കെ അവർ തട്ടിയിട്ടിട്ട് ഇങ്ങനെ പോകണം. നമ്മുടെ സാധനം ഇറങ്ങിയിട്ടില്ല. നമ്മുടെ സാധനം ഇറങ്ങാൻ യൂണിയൻകാർ വരണം. അപ്പോൾ അവർ യൂണിയൻകാരുടെ ഇന്നത്തെ രാവിലെ നേരത്തെ ഫസ്റ്റ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറി ഇറക്കില്ലാവും. അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അവർ പറഞ്ഞ എൻ്റെ ഉള്ളിൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചേട്ടൻ കുക്കമ്പറാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് ഫ്രഷ് സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മളതിൽ അതെ ഫ്രഷ് തന്നെയാണ്. നമ്മൾ ഇന്നലെ രാത്രി വന്ന സാധനം ഇന്ന് രാവിലെ നമ്മൾ ഡെലിവറി നടത്തുകയെന്നുള്ളൂ. ഇവരെ ഷോപ്പ് ഗംഭീര ഷോപ്പ് തന്നെയാണ്. ഇത് ചന്ദ്രാപിന്നിയിലാണ്, ഷാജറിൻ്റെ ഷോപ്പാണ്. ആൾ വലിയ ഷോപ്പും മുന്നേ വലിയ ഷോപ്പ് തന്നെയായിരുന്നു. ഇപ്പോൾ ചന്ദ്രാപിന്നിക്ക് മാറിയിട്ട് അത്യാവശ്യം കച്ചവടമുള്ള നല്ല രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഇതാണ് കടയുടെ ഉൾഭാഗമൊക്കെ. അത്യാവശ്യം സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ബാക്കിൽ കായക്കൊലയുടെ ഒരു സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അത് പുക വെക്കുന്ന റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ട്. ഫ്രൂട്ട്സും ഉണ്ട്, ഓറഞ്ച് കാര്യങ്ങൾ, പൈനാപ്പിൾ, മാങ്ങ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ യൂണിയൻകാർ വന്ന് സെറ്റായിട്ട് ഇറക്കള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യൂണിയൻ ചേട്ടന്മാർ തലയിലൊക്കെ കെട്ടൊക്കെ കെട്ടി സെറ്റായിട്ട് ചാക്കളൊക്കെ ഇറക്കള നിലപാടാണ്. അങ്ങനെ ഇനി നമ്മൾ ഇതിൻ്റെ ഒരു 3/4 ഭാഗം ലോഡോളം ഇവിടെ ഇറങ്ങണം. ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ സെറ്റും നമ്മൾ അടയാളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആണ് നമ്മൾ ഇറക്കി കൊടുക്കുക. നല്ല ക്വാണ്ടിറ്റി സാധനങ്ങൾ എടുക്കുന്ന ഒരു കടയാണ്. നമ്മളെ കയ്യിൽ നിന്ന് കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ഇതാണ്. പിന്നെ കച്ചവടക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാഭത്തിൽ എവിടെ സാധനം കിട്ടിയാലും എടുക്കുമല്ലോ. അങ്ങനെ ഒരു സംഭവമുള്ള കാരണം അങ്ങനെ ഇറക്കിയുള്ളതാണ് മറ്റു വണ്ടികളിൽ നിന്നൊക്കെ. നമ്മുടെ വണ്ടിയിലെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഇവർ ഇറക്കി തരുന്നുണ്ട്. യൂണിയൻകാർ നല്ല സ്പീഡാണ്. നല്ലൊരു ചേട്ടന്മാരാണ് ഇവിടെ ഉള്ളവർ. നല്ലൊരു രസകരമായിട്ടുള്ള സംസാരം, നല്ല കമ്പനി അടിച്ച് സംസാരിക്കുന്ന ഒരാൾക്കാരാണ്. വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് പറയണം, നമ്മളെ ചേട്ടന്മാരാണ്. പ്രത്യേകം പറയാനുള്ളത് കലിപ്പില്ലാത്ത ടീമുകളാണ്. കലിപ്പ് ടീംസ് അല്ല ഇവർ. അതുകൊണ്ട് തന്നെ അത് രസമാണ് ഏത് വരാനും സംസാരിക്കാനൊക്കെ. അങ്ങനെ ഇവർ നമ്മളെ ലോഡ് അതിവേഗം എന്നുള്ള രീതിയിൽ അതിപെട്ടെന്ന് ഇറക്കി തന്ന്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലോഡ് ഇറക്കി തന്നു. അവർ വന്ന് 10 മിനിറ്റിനുള്ളിൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈ കടയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ചന്ദ്രാപിന്നിയിൽ ES എന്നുള്ള കട. ES അത്യാവശ്യം ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്ന വലിയൊരു കട തന്നെയാണ്. അങ്ങനെ ഇനി അടുത്ത കടയിലേക്ക് പോവുകയാണ്. അത് അടുത്ത കടയിലെത്തി. അടുത്ത കടയിൽ വന്നു സാധനങ്ങൾ ഇറക്കാനുള്ള സെറ്റപ്പ് നോക്കുകയാണ്. ഇത്രകൊണ്ട് സാധനം കൂടെ ഇറക്കാണ്ട്. ഇത് ഇറക്കി കഴിഞ്ഞിട്ടൊന്ന് കാണിച്ചു തരാം എത്രകൊണ്ട് ഉണ്ടെന്ന്. ടാർപ്പായ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്, അതുകൊണ്ട് കാണാക്കെ. അപ്പോൾ ഈ കട ഇത് ചെറിയ പച്ചക്കറി കടയാണ്. എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്യുന്ന വെറും പച്ചക്കറി മാത്രമാണ് ഇവർ ചെയ്യുന്നത്. നല്ല രീതിയിൽ പച്ചക്കറി കച്ചവടം ചെയ്യുന്ന ഒരു കട തന്നെയാണ്. ഇവിടെ റീറ്റെയിൽ കച്ചവടം മാത്രമാണ്, ഹോൾസെയിലിൻ്റെ പരിപാടിയൊന്നുമില്ല. ചെറിയ റീറ്റെയിൽ കടയാണ് ഇത്. ഇപ്പോൾ നമ്മൾ വണ്ടിയിലത്തെ സാധനങ്ങൾ ഇറക്കി കംപ്ലീറ്റ് ഇരിക്കുന്നതാണ്. അത്യാവശ്യം സാധനങ്ങളുണ്ട്. നമ്മളുടെ സാധനങ്ങളൊക്കെ ഇവർ വിളിച്ചു ഓരോ കസ്റ്റമറും ഓർഡർ പറയുന്നതിനനുസരിച്ച് പാക്ക് ചെയ്തിട്ടാണ് നമ്മളവിടെ എത്തിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്.
അപ്പോൾ നമ്മൾ സാധനങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ കൊടുന്ന് ഒത്തു നോക്കി ബില്ലൊക്കെ ഒത്തു നോക്കിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് കളക്ഷൻ വാങ്ങിയിട്ട് പോവുക. അപ്പോൾ നമ്മൾ അടുത്ത ഇവിടുന്ന് യാത്ര ആവുകയാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് എൻ്റെ വാഹനത്തിലെ സാധനങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞ് ഇനി ഞാൻ തിരിച്ചു പോരാൻ നിൽക്കുക. അതിൻ്റെ ഇടയിൽ കുറച്ച് കടയിൽ നിന്ന് കളക്ഷനൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ചെറിയ വീഡിയോ ആണ്, ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. വേറെ എന്താ പറയുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.